CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് സാധ്യതയേറുന്നു. MA ബേബി പിന്തുണയ്ക്കാൻ ബംഗാൾ ഘടകത്തിൽ ധാരണ. പുത്തലത്ത് ദിനേശനും TP രാമകൃഷ്ണനും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയേക്കും. കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് 3 ഒഴിവുകളുണ്ട്. അംഗങ്ങളുടെ എണ്ണം കൂടിയത് പരിഗണിച്ച് ഒരാളെ അധികമായി ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. സംഘടനാ റിപ്പോർട്ടിലെ നിർണായക ചർച്ചകൾ ഇന്ന് നടക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, MA ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സെന്താണ് എന്ന് ഇതിനോടകം അറിവുണ്ടോ? ഹാഷ്മി, MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. കാരണം ബംഗാൾ ഘടകവും MA ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അനൗപചാരികമായ ചർച്ചകൾ ഇന്നലെ രാത്രി നടന്നിരുന്നു. ഈ ഒരു ചർച്ചകളിലാണ് MA ബേബിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഘടകം ഒറ്റ നിലപാട് മാത്രമാണ് ഇക്കാര്യത്തിൽ ബംഗാൾ ഘടകത്തിനുള്ളത്. സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ ഡൽഹിയിലേക്ക് അയക്കാൻ കഴിയില്ല, ജനറൽ സെക്രട്ടറി ആക്കാൻ കഴിയില്ല. കാരണം പാർട്ടിക്ക് നിലവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നേരിയതെങ്കിലും വളർച്ചയുണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യുവാക്കളെ കൂടുതലായി പാർട്ടിയോട് അടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം കൊൽക്കത്തയിൽ തന്നെ വേണം സംസ്ഥാന സെക്രട്ടറിയായി എന്നുള്ളതാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനി കേരള ഘടകത്തിന്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് വ്യക്തമാകേണ്ടത്. മറ്റ് സംസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതു സമീപനത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അവർ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു നിലപാട് എന്നുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അനൗപചാരിക ചർച്ചകൾ ഇന്ന് വൈകിട്ട് ഈ സംഘടനാ റിപ്പോർട്ടിലുള്ള ചർച്ചകൾക്ക് ശേഷം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും. ജനറൽ സെക്രട്ടറി, വരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയതായി ആരെല്ലാം വരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം തന്നെ പ്രായപരിധിയിൽ ഇളവ് വേണമോ എന്ന കാര്യത്തിൽ ഇതുവരെയും പാർട്ടി നേതാക്കൾ നിലവിലുള്ള പ്രായപരിധി പൂർത്തിയാക്കി ഇറങ്ങാൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെല്ലാം തന്നെ പ്രായപരിധി കർശനമായി പാലിക്കും എന്നാണ് നിലപാട് വ്യക്തമാക്കിയത്. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഇളവ് വേണമെന്ന ആവശ്യം ചില സംസ്ഥാന ഘടകങ്ങൾക്ക് ഉണ്ട്. ഈ തമിഴ്നാട് അടക്കമുള്ള ഘടകങ്ങൾക്ക് ഈ പ്രായപരിധി നടപ്പാക്കിയത് ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന ഒരു വിമർശനം ഉണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. ഇക്കാര്യങ്ങൾ യോഗത്തെ ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ അറിയിക്കും. ഇതിനെ അനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളിലായിരിക്കും പ്രായപരിധിയിൽ ഇളവ് വേണോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. ഇക്കാര്യത്തിലും ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ്. കേരളത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 3 ഒഴിവുകളാണ് നിലവിൽ ഉണ്ടാവുക. ആ ഒഴിവുകളിലേക്കായി പുത്തലത്ത് ദിനേശൻ, TN സീമ, ഒപ്പം തന്നെ PK ബിജു എന്നിവർ കേന്ദ്ര കമ്മിറ്റിയിൽ എത്താനാണ് സാധ്യത. അതേസമയം പോളിറ്റ് ബ്യൂറോയിലേക്കാകട്ടെ നിലവിലുള്ള 6 പേർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെയുള്ള 6 പേർ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിയുമ്പോൾ പകരം മലയാളിയായ വിജു കൃഷ്ണൻ, ഒപ്പം തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ അടക്കമുള്ള പേരുകളാണ് പരിഗണനയിലുള്ളത്. പശ്ചിമ ബംഗാളിൽ നിന്നും സുർജികാന്ത് മിശ്ര ഒഴിയുമ്പോൾ പകരമായി ശ്രീദീപ് ഭട്ടാചാര്യ എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. ത്രിപുരയിൽ നിന്നും മണിക് സർക്കാരിന് പകരമായി നിലവിലെ സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൌധരി എത്തും പോളിറ്റ് ബ്യൂറോയിലേക്ക് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യങ്ങളെല്ലാം ഔപചാരികമായ ചർച്ചകൾ നാളെ രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും നടക്കുക. ഇന്ന് നടക്കുക അനൗപചാരികമായ ചർച്ചകൾ മാത്രമാകും. ഹാഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആരാണ് CPM-നെ നയിക്കാൻ വരുന്ന പുതിയ അമരക്കാരൻ എന്നതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി ഒക്കെ നടക്കാൻ പോകുന്ന നിർണായകമായ ചർച്ചകൾ. അത് ബംഗാളിൽ നിന്നുള്ള സലീമായിരിക്കുമോ, MA ബേബി ആയിരിക്കുമോ, BB രാഘവലു ആയിരിക്കുമോ, അശോക് ധാവളെ ആയിരിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ. MA ബേബിയുടെ പേരിന് തന്നെയാണ് ആ ത്രാസിൽ ഭാരക്കൂടുതൽ.